പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തിരക്ക് പിടിച്ച പട്ടണം. ചരക്കുമായി വന്ന ലോറികൾ, ചരക്കുകൾ ചുമന്ന് നീങ്ങുന്ന തൊഴിലാളികൾ, ഗോഡൗണുകളിൽ ചാക്കുകൾ അട്ടിയിടുന്നു. മുളകും മല്ലിയും പയറും മൈദയും കടന്നു പോകുന്നു. ഹസൻ മുസ്ലിയാർ ലോറികൾക്കിടയിലൂടെ നടന്നു. കുട്ടിയാലിയെ കണ്ടുപിടിക്കണം. പൊടി മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. 1-2 തവണ തുമ്മി. എന്തൊരു ബദ്ധപ്പാടും തിരക്കും. ഒരു ലോറി കാലിയായി. അത് മുമ്പോട്ട് മാറ്റിയിടുന്നു. തൊട്ടടുത്ത ലോറി മുമ്പോട്ടെടുത്തു. വലിച്ചു കെട്ടിയ കയറുകൾ അഴിച്ചു. ലോറിക്ക് മുകളിൽ കയറിയ തൊഴിലാളികൾ ചാക്കുകെട്ടുകൾ പൊക്കുന്നു. റോഡിൽ നിൽക്കുന്നവർ തലയിൽ ഏറ്റുവാങ്ങുന്നു. പിന്നെ ധൃതിയിൽ നടക്കണം. എത്ര വേഗത്തിലാണ് ചാക്കിറക്കുന്നത്! വെയിൽ കത്തിപ്പടരുന്നു. മനുഷ്യർ വിയർത്തു കുളിക്കുന്നു. അതൊന്നും തൊഴിലിനെ ബാധിക്കുന്നില്ല. ചാക്കുകൾ മറിച്ചിടുമ്പോൾ പൊടി പാറുന്നു. അന്തരീക്ഷത്തിൽ അത് പടരുന്നു. തൊഴിലാളികളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നു. ഇതെന്തൊരു ജീവിതം റബ്ബേ! ഹസൻ മുസ്ലിയാർ അറിയാതെ പറഞ്ഞുപോയി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നു ചരക്കുമായി വന്ന ലോറികൾ നിരനിരയായി കിടക്കുന്നു. ഡ്രൈവർമാർ ഊഴം കാത്തിരിക്കുകയാണ്. ഹസൻ മുസ്ലിയാർ മുന്നോട്ട് നടന്നു. പല മുഖങ്ങളും നോക്കി. കുട്ടിയാലി എവിടെ? നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ സമീപം മുസ്ലിയാർ വന്നു നിന്നു. കുട്ടിയാലിക്ക് എവിടെ? മെല്ലെ ചോദിച്ചു. ദാ നോക്കിക്ക്, ആ ലോറിയുടെ മുകളിൽ. അയാൾ ചുണ്ടുകൾ കാണിച്ച ഭാഗത്തേക്ക് നോക്കി. ധൃതിയിൽ ചാക്കുകൾ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്നു. കയ്യിലെ മസിലുകൾ വികസിക്കുന്നു. ചാക്കുകൾ മറിച്ചിടുന്നു. അയാളോടെങ്ങനെ സംസാരിക്കും? കാത്തിരിക്കുക തന്നെ. ഒരു ലോറി തീർന്നപ്പോൾ അടുത്ത ലോറിയിലേക്ക് കയറുമല്ലോ. പിന്നെന്തു ചെയ്യും? റോഡരികിൽ കാത്തുനിന്നു. വല്ലാത്തൊരു നിൽപ്പ് തന്നെ. പൊടിപടലം അസഹ്യമായപ്പോൾ മാറി നിൽക്കും. 1 മണിക്കൂർ കടന്നുപോയി. ക്ഷീണവും അസ്വസ്ഥതയും തളർത്തി. തിരിച്ചു പോയാലോ? ഷാക്കിറിൻ്റെ കാര്യം. ഷാക്കിറിനെ വേദനിക്കുന്ന മനസ്സ്. അതോർത്തപ്പോൾ ക്ഷീണം മറന്നു. നോക്കി നോക്കി നിൽക്കെ അയാൾ ചാടിയിറങ്ങി. കുട്ടിയാലിക്ക! മുസ്ലിയാർ വിളിച്ചു. എന്താ? ആരാ? അയാൾ അലക്ഷ്യമായി നോക്കി. ഞാൻ ഷാക്കിറിൻ്റെ ഉസ്താദാണ്. ഞാൻ അറിഞ്ഞില്ല. ചരക്കെടുക്കാൻ വന്നതാണോ? മുതലാളി അകത്തുണ്ട്. കുട്ടിയാലിക്കാനോട് ഒരു കാര്യം പറയാനുണ്ട്. ലോറികളുടെ കിടപ്പ് കണ്ടില്ലേ? സമയമില്ല. 5 മിനിറ്റ് മതി. ഷാക്കിറിൻ്റെ കാര്യമാണ്. അവൻ പറഞ്ഞതനുസരിക്കുന്നില്ല. ഞാൻ അവനോട് എൻ്റെ കൂടെ ടൗണിൽ വരാൻ പറഞ്ഞതാണ്. ചെറുപ്പത്തിൽ പണിയെടുത്ത് പഠിക്കണം മുസ്ലിയാരെ. നാളെ ചാക്ക് ചുമക്കേണ്ട തൊഴിലാളിയായി തേരേണ്ടവനാണ് അവൻ. കുട്ടിയാലി ധൃതിയിൽ പറഞ്ഞു നിർത്തി. ഹസൻ മുസ്ലിയാർ ഞെട്ടിപ്പോയി. ഷാക്കിറിൻ്റെ ചുമലിൽ ചാക്ക് കിടക്കുന്ന കാഴ്ച ഹസൻ മുസ്ലിയാരുടെ ഭാവനയിൽ കണ്ടു. ഷാക്കിർ കുറേ ദിവസമായി ദുഃഖിതനാണ്. ഇതാണ് ദുഃഖകാരണം. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ ചാക്ക് ചുമക്കും? ഹസൻ മുസ്ലിയാർ രോഷത്തോടെ ചോദിച്ചു. ഓൻ ചാക്ക് ചുമക്കാറായിട്ടില്ല. നേരെ. കുട്ടികൾക്ക് പറ്റുന്ന പല പണികളും ഇവിടെയുണ്ട്. മുസ്ലിയാർ പാണ്ഡികശാലയിൽ ചെന്ന് നോക്കിക്കോളിയും. അടിച്ചു വാരാനും മേശ തുടക്കാനും കാലിച്ചാക്കുകൾ മടക്കി വെക്കാനും ഒക്കെ കുട്ടികൾ വേണം. കുട്ടിയാലിക്ക, ഷാക്കിർ ബുദ്ധിയുള്ള കുട്ടിയാണ്. അവനെ പഠിപ്പിക്കണം. പഠിച്ചതെന്താ കാര്യം? BA-ക്കാർ തുരപ്പം കുത്താൻ പോകുന്ന കാലമാണിത്. നല്ലോണം അധ്വാനിച്ചു തിന്നണം. അതാണ് നല്ല ചോറ്. കുട്ടിയാലിക്ക, ഷാക്കിറിൻ്റെ പഠിപ്പ് മുടക്കരുത്. അവനെ നമുക്ക് വലിയ ആളാക്കണം. കുട്ടിയാലിയുടെ മോൻ വളർന്നാൽ എവിടെ എത്താനാ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അവൻ പഠിച്ചു വളരട്ടെ. നിങ്ങൾ എതിര് നിൽക്കരുത്. മുസ്ലിയാർ പൊയ്ക്കോളിയും. നേരമില്ല സംസാരിക്കാൻ. കുട്ടിയാലി ലോറിപ്പുറത്ത് ചാടിക്കയറി. ധൃതിയിൽ അട്ടിമറി തുടങ്ങി. ഹസൻ മുസ്ലിയാർ കുറേ നേരം അവിടെ നിന്നു. കുട്ടിയാലിയുടെ ധൃതി പിടിച്ച ജോലി നോക്കി നിന്നു. തന്നെപ്പോലെ തൻ്റെ മകനും അട്ടിമറി തൊഴിലാളിയായി തീരാനാണ് കുട്ടിയാലിയുടെ മോഹം. ഇത് സമ്മതിച്ചുകൂടാ. തൻ്റെ അധ്യാപന ജീവിതകാലത്ത് ഇത്രയും മിടുക്കനായൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ പഠിക്കണം, വളരണം,
ഉന്നത പദവിയിലെത്തണം, സമുദായത്തിന് അവൻ്റെ സേവനം ലഭിക്കണം. ഹസൻ മുസ്ലിയാർ തിരിഞ്ഞു നടന്നു. ഷാക്കിറിന് വേണ്ടി താനൊറ്റയ്ക്ക് പോരാടിയാൽ ജയിക്കില്ല. കുറച്ചാളുകളെ കൂടി സംഘടിപ്പിക്കണം. ഷാക്കിറിനെ നശിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. അവന് പുസ്തകങ്ങളും വസ്ത്രങ്ങളും നൽകാൻ പദ്ധതിയുണ്ടാക്കണം. അവൻ്റെ പണച്ചെലവുകൾക്ക് മാർഗം കണ്ടെത്തണം. കാലുകൾ തളരുന്നു, വേഗത കിട്ടുന്നില്ല. എന്നിട്ടും നടന്നു. കഴിയും വേഗം മദ്രസയിലെത്തണം. സഹപ്രവർത്തകരെ കാണണം. അവരുമായി ഷാക്കിറിൻ്റെ കാര്യം ചർച്ച ചെയ്യണം. ഒന്നിച്ചു നിന്നാൽ ഈ അപകടം തരണം ചെയ്യാൻ കഴിയും. മുസ്ലിയാരുടെ മനസ്സ് മന്ത്രിച്ചു. ബസ് സ്റ്റാൻഡിലെത്തി. നല്ല ദാഹവും ക്ഷീണവുമുണ്ട്. മുറുക്കാൻ കടയിൽ കയറി നാരങ്ങ വെള്ളം വാങ്ങിക്കുടിച്ചു. ബസ് പുറപ്പെടാൻ തുടങ്ങി. ഒരുങ്ങി നിൽക്കുന്നു. ചാടിക്കയറി. തിങ്ങി നിറഞ്ഞ ബസ്. 1.25 മണിക്കൂർ നേരത്തെ യാത്ര. മുസ്ലിയാർ ബസ്സിൽ നിന്ന് ഇറങ്ങി മദ്രസയിലേക്ക് നടന്നു. ഉച്ചഭക്ഷണം കഴിച്ചു. വിശ്രമിക്കുകയായിരുന്ന സഹപ്രവർത്തകരെ വിളിച്ചുണർത്തി. ഹസൻ മുസ്ലിയാരും 5 സഹപ്രവർത്തകരും സദറിൻ്റെ ഓഫീസിൽ ഒത്തുകൂടി. ഹസൻ മുസ്ലിയാരെ, നിങ്ങൾക്കെന്താ? നിങ്ങളാകെ ക്ഷീണിച്ച അവശനായിരിക്കുന്നല്ലോ. എവിടെ പോയിരുന്നു നിങ്ങൾ? സദർ ചോദിച്ചു. എല്ലാവരും ഹസൻ മുസ്ലിയാരുടെ മുഖത്തേക്ക് നോക്കി. ഹസൻ മുസ്ലിയാർ സംസാരിച്ചു തുടങ്ങി. കുറച്ച് ദിവസമായി ഞാൻ ഷാക്കിറിനെ ശ്രദ്ധിക്കുന്നു. അവൻ്റെ ഉത്സാഹം കാണാനില്ല. എപ്പോഴും ചിന്ത, നെടുവീർപ്പ്. എന്തോ വലിയ ദുഃഖം അവൻ്റെ മനസ്സിനെ അലട്ടുന്നതായി എനിക്ക് തോന്നി. ഞാൻ പല വിധത്തിൽ ചോദിച്ചു നോക്കി. അവൻ പറഞ്ഞില്ല. ഇന്ന് ഞാൻ ടൗണിൽ പോയി കുട്യാലിക്കയെ കണ്ടു. സംസാരിച്ചു. സംഗതി വലിയ അപകടത്തിലാണ്. ഷാക്കിറിൻ്റെ ഭാവി ഇരുളടയാൻ പോകുന്നു. എന്താ പറഞ്ഞത്? സദർ ഉത്കണ്ഠയോടെ ചോദിച്ചു. എല്ലാവരും ഹസൻ മുസ്ലിയാരെ ഉറ്റുനോക്കി. ഷാക്കിറിനെ അവൻ്റെ ബാപ്പ ടൗണിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. എന്തിന്? അയാളുടെ പിൻഗാമിയാക്കാൻ. എല്ലാവരും ഞെട്ടി. അത് പറ്റില്ല, സമ്മതിക്കരുത്. സദർ ശബ്ദമുയർത്തി. എല്ലാ അധ്യാപകരും വിഹാരഭരിതനായി. വലിയ അപകടം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവർ അന്തം വിട്ടു നിൽക്കുകയാണ്. വളരെ ആലോചിച്ച് തീരുമാനമെടുക്കണം, ഹസൻ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ഞാൻ മദ്രസ കമ്മിറ്റി പ്രസിഡന്റിനെയൊന്ന് കാണട്ടെ, സദർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അധ്യാപകരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നേർത്ത പ്രകാശം.